കരുവാങ്കലിൻ്റെ വ്യാപാര സീമയിലേക്ക് ഏറ്റവും പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കും അനുയോജ്യമായ പരസ്യങ്ങൾ കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഇപ്പച്ചിക്കും എനിക്കും വരാൻ സാധിച്ചതിന് ഒരുപാട് 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 സന്തോഷമുണ്ട്. നിങ്ങൾക്കുണ്ടോ? അതുകൊണ്ട് എനിക്കുണ്ട്. അപ്പൊ ഇവിടെ വന്നിക്കണ നമ്മള് അടിച്ചു പൊളിക്കാനാണ് അല്ലേ? 10 മണിയോളം എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോ ആയിക്കോട്ടെ ആക്കണ്ടായിരുന്നു. എന്താ നമുക്ക് അടിച്ചു പൊളിച്ചല്ലേ, വേറെ നോക്കണ്ട അല്ലേ? അതിനല്ല വന്നിട്ടുള്ളത്. അപ്പൊ ഒരു ഹാപ്പി ന്യൂ ഇയർ. കൊമ്പങ്കാട് പോയ അസ്സലാമു അലൈക്കും. അതിന് എന്ത് റിസ്ക്കും ഞങ്ങൾ എടുക്കും. ഒരുപാട് മുറിയായിട്ടുണ്ട്, ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്. കുറെ സ്ഥലത്തുനിന്ന് ചില ദിവസമൊക്കെ പരിക്ക് പറ്റിയിട്ട് 2-3 ദിവസമൊക്കെ ലീവ് എടുത്തിട്ടുണ്ട്. അതെ. അപ്പൊ നിങ്ങൾ ചിരിക്കും, അങ്ങനെ ചിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചിരിച്ചത്. അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾ അങ്ങനെ തല്ലണ തന്താറുണ്ടാവോ? ഉണ്ടാവോ? തല്ല് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? കൊള്ളണ ഓരോ ഇഷ്ടമാണ്. തല്ല് ഓരോ ഇഷ്ടമല്ലേ? ഓണം തല്ല് ഒന്നും കൊടുത്താലോ? 1-ാം തീയതി അതുകൊണ്ട് വേണ്ട. ആയിക്കോട്ടെ. മറ്റേ ഈ വർഷം മൊത്തത്തേക്കാണേ, ശരിയല്ലേ? അപ്പൊ വേണ്ടല്ലോ. ഇവരൊക്കെ എല്ലാവരും ഇഷ്ടമായി. മാണെന്ന് പറഞ്ഞവർക്കൊക്കെ അവനവന്റെ ചേർത്ത് വാങ്ങാം. വാണെന്നല്ല, മാണെന്ന് വാണ കൊണ്ടാന്ന്. അത് ഇന്നലൊക്കെ വിട്ടുണ്ടാവും രാത്രി, ന്യൂ ഇയർ ആയതുകൊണ്ട്. ഹലോ, അപ്പൊ എന്തായാലും എന്താ നമുക്ക് വേണ്ടത്? സെയിനെ ആരാ അതിന്റെ അടിയിൽ അത് ചോദിച്ചേ? അതിനെ കൊടുത്തിട്ടില്ല കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ പറയും. എന്താ കോൺട്രാക്ട് നോക്കാം. അപ്പൊ എന്നാ പാട്ട് പാടിയാലോ? അതിനല്ല നിങ്ങൾ കാത്തുക്കളെ. വർത്താനം നല്ലല്ലോ. നമ്മക്കല്ലാർന്ന്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് നല്ലൊരു ഈശ്വര പ്രാർത്ഥന ആയാലോ? തുടക്കല്ലേ? പാടും പാടോ? പാടിക്കോളൂ. അത് ഒരുപാട് ഉറപ്പാ. കാരണം അവിടെ നിന്നപ്പോഴൊക്കെ പാടി സാധനം. പാടോ? കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ പഠിച്ചു മാന്തോ മൈക്ക പൊട്ടി തൊട്ടില്ല. അതൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങൾക്ക് നിങ്ങളൊന്ന് കച്ചടിച്ചോളി. 2 പേര് പാടിയത്. കാരണം നിങ്ങളും ഞങ്ങളൊക്കെ ഒന്നാണ്, ഒക്കെ മനുഷ്യന്മാരാ. അതിനിപ്പോ ചിരിപ്പിച്ചാന്നുള്ളത് മാത്രം ഇവിടെ എത്തിയല്ലേ? ആണ് എല്ലാരും. ഞാൻ തെറ്റാതെ അതിന്റെ അടുത്ത് ഒന്നുമില്ല. പക്ഷേ അതിലേ എത്ര ഞാൻ പറഞ്ഞിട്ട് ഇവരെ വെറുതെ കൊട്ടണേ. എത്ര പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മ കിളി പറഞ്ഞോ? ഞാൻ പറഞ്ഞോളാം, നീ മാറിക്കേ. നിങ്ങൾക്കേ ആദ്യം പാട്ട് വേണ്ട, ഒരു മിമിക്രി എന്തെങ്കിലും. മിമിക്രി വേണ്ടേ? വേണ്ടേ? എന്താ വേണ്ടേ? ആക്രി അല്ല, മിമിക്രി. അതാക്കണോ? അരെ ആരൊക്കെയാണ് അത്? താവള അല്ലേ? മിമിക്രി ഇഷ്ടാണോ? അങ്ങനെയാണെങ്കിൽ ആരെ വേണ്ടിയേ? പോയോ? പോയെന്ന സൗണ്ട് ചേക്കൂല, അത് പച്ചിക്കേ വയ്ക്കുള്ളൂ. പഴയകാലത്തെ തമിഴ് സിനിമയിലെ ഉലക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉലക നായകൻ എന്ന് പറയുമ്പോൾ തന്നെ ഉലകത്തിലുള്ള നായകനാണ് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പഴയകാലത്ത് ഒരു വോയിസ് കേട്ടാലോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ? കൺമണി അൻപോട് കാതൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിന് മൂപ്പർ 2 ഡയലോഗ് പറഞ്ഞിട്ട് കേൾക്കല്ലേ? എന്നാ അത് നല്ലൊരു കൈയടി കാട്ടിയാണ്. അതെ, കൺമണി അൻപോട് കാതലൻ நான் எழுதும் கடிதமே உள்ள கடிதாசி கடிதமே இருக்கட்டும். எனக்குண்டான காயம் அது தன்னால் ஆறிடும். அது என்னமோ தெரியல, என்ன மாயமோ தெரியல, எனக்கு ஒன்றும் ஆகிறது இல்லை. மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. താങ്ക്യൂ. ഓർക്ക് ഇഷ്ടമായിരിക്കണം. ആ മൈക്കിൻ്റെ അടുത്ത് കുറച്ച് നീങ്ങുന്നതാണ്, അല്ലെങ്കിൽ അത് പൂക്കിയിട്ട് അതല്ലേ. അപ്പൊ ഇനി അടുത്ത നിങ്ങൾ പറയണ ഇവിടെ നടത്തുള്ളൂ. പറഞ്ഞോ? അടിയല്ലാത്ത എന്തും പറയാ. റെഡി? അടിയില്ല ആദ്യം. ആരാ നിങ്ങളും ഉണ്ടാക്കി മമ്മമാരൊക്കെ പറഞ്ഞാണ് എത്താൻ വേണ്ടി.
ഉമ്മമാരും അറിയില്ല. അതെ. ഇമ്മമാര് അന്നെ തല്ലണത് ഇഷ്ടമല്ലാത്തൊരു മനുഷ്യന്മാരെ കണ്ടിക്കണ ഈ വല്യമാര് മാത്രമാണ്. ഒരു പറഞ്ഞു എടുക്കണത് എന്തിനാ മനെ അതിനെങ്ങനെ തല്ലണു അതിന്റെ ചേരുമൊക്കെ അങ്ങനെ പറച്ചില്ല ഡെയിലി. ഐറ്റങ്ങള് അന്നെ തല്ലണ് ഈറുള്ള ഒരു മനുഷ്യന്മാരെ കണ്ടിക്കണ ഈ വല്യമാരെയാണ്. എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഈ കുട്ടികളോ ഓർക്ക് വാപ്പമാര് ഡെയിലി അടി കൊടുത്തിട്ട് അതുകൊണ്ട് കളി ഇഷ്ടാവും. അടിയില്ലാത്തൊരു ഒരു ഡയലോഗ് പറഞ്ഞാലോ നമുക്ക്? ഞാനത് കൊമ്പക്കാട് പോയ വാതില് തുറക്കേ ഉന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞു വാതില് തുറക്കേന്ന് ജുമാക്ക് പോവാ നേരായി. ഉന്നെ കൊന്ന് എന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ അമ്മ കുച്ചിപ്പുളിയ സൈന്യം വിചാരിച്ച് നടന്നില്ല പിന്നല്ലേ നന്നായില്ലേ? ഇഷ്ടായില്ലേ? ഇതൊക്കെ ഉണ്ടാക്കണം. നിങ്ങളൊക്കെ കേട്ടിക്കണോ ആ ഡയലോഗൊക്കെ? നല്ലൊരു ഗൈഡ് അടിച്ചാ ഇടക്കിടക്കൊന്ന് ചാർജ് ആക്കട്ടോ, അല്ലെങ്കിൽ നടക്കൂല. ചാർജ് ആയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോവും. പണോ അതാണ്. അപ്പൊ വേദിയിൽ നിൽക്കുന്ന വേദിയക്ഷൻ, സൈഡിൽ നിൽക്കുന്ന സൈഡക്ഷൻ, ആരായും മധ്യത്തിൽ നിൽക്കുന്ന ഇപ്പക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, ഇവിടൊക്കെ നിൽക്കണ ആക്ഷൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും എന്തിനാ ഇത് കൊല്ലുന്നത്? ഇതൊക്കെ തച്ച്. ഒരു മിനിറ്റ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മളെ വീഡിയോ എടുത്ത് തരുന്നത് എഡിറ്റ് ചെയ്യുന്ന ആളാരാ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ആളെ? ഒരാളല്ല, അതിലത്തെ ഒരാളാണിത്. വേറെ ഒരാളും കൂടെ ഉണ്ട്. ആളെ പേര് എബിൻ തോമസ്. നിങ്ങളൊക്കെ കറക്റ്റ് ഡ്രമ്മിന്റെ ഉള്ളിൽ പോകുന്ന എഡിറ്റും സാധനങ്ങളൊക്കെ അല്ലേ, ഒക്കെ ചെയ്യുന്ന ആളാണ് ഈ നിക്കണേ. ഇയാൾക്ക് നല്ലൊരു കച്ചേരി കൊടുക്കുകയും അതാണ്. അപ്പോ എബിയ എല്ലാരും എനിക്ക് വേണ്ടി ഓക്കെ. സംഭവം പോലെയല്ലേ? എഡിറ്റിംഗ് സൂപ്പർ അല്ലേ? നല്ലൊരു കയ്യടി ഒന്നും കൂടി കൊടുത്തു. ന്യൂ ഇയർ ആയിക്കോട്ടെ. അപ്പൊ നല്ലൊരു പാട്ടായാലോ? അല്ല പാട്ട് അല്ലേ? കൊമ്പക്കാട് തറവാട് പാട്ടാവല്ലേ? കൊമ്പക്കാട് തറവാട് പാട്ടല്ലേ? നേർക്ക് പറഞ്ഞ പാട്ടാവല്ലേ? അങ്ങനെ പറഞ്ഞ അത്രേ ഉള്ളൂ. എവിടെ വയറ് കുത്താനുള്ള സാധനമൊക്കെ ഉണ്ടോ? സ്കൂളിൽ പോയിട്ടില്ല? പോയിട്ടില്ലാണോ? ബാഗ് ഏതൊക്കെയുള്ള വന്നിക്കണേ? എന്റെ പേര് നസീർ, എന്റെ പേര് ലാല സിക്കു, അങ്ങനെ നിങ്ങൾ അറിയുള്ളൂ. ഷിക്കു അല്ല, ചിക്കു. ഷിക്കു ഷിക്കു ആ ശിക്കാരി സംഭവമല്ല, അതേ സ്വഭാവമുണ്ട്. അതേ വരത്തുള്ളൂ. എടാ ദീമക്ക് എങ്ങനെ വയറെത്താ? അജാ അപ്പൊ ബെൽക്ക് എങ്ങനെ നമ്മളെ കാണാം? ഞങ്ങളെ കൂടെ പാടുവോ? മാപ്പിളപ്പാട്ടുണ്ട്, മലയാളപ്പാട്ടുണ്ട്, കലാപമണി പാട്ടുണ്ട്, എല്ലാ പാട്ടുണ്ട്. പാടൂലേ? ഉറപ്പാ? റെഡി? പാടി കേട്ടകള് മാപ്പിളപ്പാട്ടാ? സിനിമ പാട്ടാ? അത് കൊമ്പങ്ങളുടെ തറവാട്ടത്തെ മാത്രം പാട്ടാണ് കേട്ടോ. കോയപ്പാട്ട്. നമുക്ക് സെൽഫി അടിച്ചാലോ? ഓക്കെയാണോ? ഷിക്കോ ഞാനുണ്ട്. ഒരു 1 2 3 പറഞ്ഞ 1 2 3. സിനിമ പാട്ടോ? അപ്പൊ ഇതിന്റെ ഈ പാടിയതൊക്കെ തരുവിനെ ബീവിയോ? ബീവിയോ? അത് മുന്നിൽ ഔക്കാന്റെ മോളോ? മുന്നിൽ ഔക്കാന്റെ മോളാരാ? തുടങ്ങി. അതൊന്നല്ല, ഇപ്പത്തെ പാട്ടാണ് പാടുന്നത്. പഠിക്കണ്ടല്ലോ അൽഹംദുലില്ലാ, അത് മതി. അതൊക്കെ ഒരു പാട്ടാണേ അല്ലേ? അതന്നെ. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഈ ചങ്കാളെ കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷം. കാരണം എന്താ, ഇവരാണ് നമ്മളെ കടുത്ത ആരാധകര്. ഇതിൽ കുറെ രക്ഷിതാക്കൾ കുട്ടികളെ ശല്യം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും.
ഇല്ലേ? എന്താ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. ഞങ്ങൾ കോയാക്കും കുഞ്ഞാപ്പും പേരുണ്ട്, അവിടെ കാണല് നിർബന്ധമാണെന്ന് ഇറങ്ങാണ്. അങ്ങനെ കുറെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ടാവും. ഞങ്ങളോട് ക്ഷമിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആരാധകരായിക്കാണ് വീഡിയോസ് കൊണ്ട്. എല്ലാ കുട്ടികളും നല്ലൊരു ഗൈഡ് അടിച്ചാണ്. നിങ്ങളെ കൊടുന്ന രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. ഒന്നും കൂടി പവറിലടിച്ചത്. അപ്പൊ ഓക്കെ. കുറെ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ കുട്ടികൾ വഴി തെറ്റി പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓലെ വഴി തെറ്റി പോകുന്നില്ല. നമ്മളെ വീഡിയോസ് കണ്ടിട്ടില്ലല്ലോ. അതാണ് ഓൽക്കറിയാം. ഇത് ആക്ടിംഗ് ആണ്, പഠനം വേറെയാണ്, ഇത് വേറെയാണ്. ഓൽക്കറിയാം. നേരിട്ട് ഇവന് അടി കൊള്ളുന്നുണ്ടോ? ഇല്ലേ, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതാണ് എത്ര ദിവസമായി അടിയുള്ള തുടങ്ങിയിട്ട് ഇനി എത്ര കൊള്ളാൻ കിടക്കണം. അടിന്ന് വേണ്ട, അടിന്ന് വേണ്ട. ഈ തുടക്കത്തെ ദിവസം തന്നെ ബേജാറാവണ്ട. അടുത്തൊരു നീർക്കോലും തവളയിലും ഞാൻ നല്ലോണം കൊടുക്കുന്നുണ്ട്. അവർക്ക് തിരിച്ചു കൊടുക്കുന്ന സ്ഥിതിക്കാരം അല്ലേ? കൊടുക്കണ്ടേ? അല്ല, അത് ഇപ്പച്ചല്ലോ, അത് നീർക്കോലും തവള കഴിഞ്ഞിട്ട് പിന്നെ ബോംബെ അംസണ്ട് അങ്ങോട്ട് ഇറങ്ങല്. പുറം കുത്തി പൊളിച്ചാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു.